പോവുകയാണ്. ഒരു പ്രയോജനമില്ലാത്ത ജീവിതങ്ങളായി നമ്മൾ മാറുകയാണോ? ഇവിടെ നോക്കിയേ, 18 വർഷമായിട്ട് ഈ സ്ത്രീ എങ്ങനെയാണ് കൂനിയിരിക്കുകയാണ്. ഈ കൂനിയായ സ്ത്രീ നിശ്ചയമായിട്ടും അവൾ വൈദ്യന്മാരുടെ അടുത്ത് പോയിട്ടുണ്ടാവാം, മരുന്നുകൾ പ്രയോഗിച്ചിട്ടുണ്ടാവാം, ദീർഘകാലങ്ങളായിട്ട് സൗഖ്യത്തിന് വേണ്ടി അവൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം, അവളാൽ കഴിയാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ടാവാം. എന്നിട്ടും എന്ത് ലഭിച്ചിട്ടില്ല? സൗഖ്യം ലഭിച്ചിട്ടില്ല. എത്ര വർഷമായി? ഹലോ, നിങ്ങളെല്ലാവരും ഉണ്ടോ ഇവിടെ? 18 വർഷമായി. ഈ 18 വർഷമായ ഒരു മകൾ കൂനി നടക്കുന്നവൾ. ഞാൻ ഈ വചനം 2 മണിക്കൂർ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചതാണ്. ആ സ്ത്രീയുടെ അവസ്ഥകളെല്ലാം നമ്മൾ പഠിക്കണം. എങ്കിലും ഈ 18 വർഷക്കാലം ആയിരുന്ന സ്ത്രീക്ക് ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. എന്താണ് അവൾക്ക് ഉണ്ടായിരുന്നത്? അവൾ എല്ലാ ദിവസവും എന്തിനു വരുമായിരുന്നു? ആരാധനയ്ക്ക് വരുമായിരുന്നു, പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു, ഉപദേശം കേൾക്കുവാൻ വരുമായിരുന്നു. അവൾ വന്നൊരു മൂലക്കിരിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവദാസൻ അവളെ അറിയാം, കൂടെ ഇരിക്കുന്നവർക്കറിയാം, അടുത്ത് ഭവസിക്കുന്ന ഭവനത്തിലുള്ളവർക്കറിയാം. അവളെ അവർ വിളിച്ചത് രോഗിയായ കൂനിയായ സ്ത്രീ. അവൾക്ക് കൊടുത്ത ഡിസ്ക്രിപ്ഷൻ കൂനിയായിട്ടുള്ളവൻ, അല്ലെങ്കിൽ കൂനിയായിട്ടുള്ള മറിയാമെ അറിയാമല്ലോ, നമ്മുടെ അടുത്തുള്ള പേര് പറഞ്ഞ് കൂനി എന്നുള്ള ഡിസ്ക്രിപ്ഷനിലൂടെ അവൾ അറിയപ്പെട്ടു. എന്നാൽ അന്നും അവൾ ആലയത്തിൽ കടന്നു വന്നു. പക്ഷെ അന്ന് അവൾ കടന്നു വന്നത് ഒരു പ്രതീക്ഷയില്ലാതെ പഴയതുപോലെ തന്നെ. ഇപ്പോൾ അവൾക്ക് രോഗത്തെ കുറിച്ച് ചിന്തയില്ല, അത് മാറുമോ എന്നൊന്നുമില്ല. എങ്കിലും എനിക്ക് സൗഖ്യം ലഭിക്കുമോ ഇതൊന്നുമില്ല. അവളിൽ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. എന്താണ്? വരിക, ആരാധനയിൽ പങ്കെടുക്കുക, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക. അന്ന് അവൾ അവിടെ വന്നു. അതേ സ്ഥലത്ത് അവൾക്കൊരു ഫിക്സഡ് സീറ്റ് ഉണ്ടാവാം. ആ മൂലയ്ക്ക് ആരും കാണാതെ കൂലിയായിരിക്കുന്ന ആ സ്ത്രീ അവിടെ ഇരിക്കുമ്പോൾ ദൈവവചനം ഇപ്രകാരം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം, എന്നിട്ട് നമുക്ക് ഈ ലൂക്കോസിന്റെ സുവിശേഷം 13:10 ഒരു ശബ്ദത്തിൽ അവൻ പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്കി, യേശു അവളെ കണ്ട്. അതുവരെ അവിടെ ഈ 18 വർഷക്കാലമായിട്ട് അനേകർ അവിടെ ദൈവവചനം പറഞ്ഞു, അനേകർ വചനം പറഞ്ഞു, ആരാധനയുണ്ടായി, പാട്ടുകളുണ്ടായി, പ്രാർത്ഥനയുണ്ടായി, സകലതുമുണ്ടായി. അവൾ എന്നും വരുന്നത് പോലെ വന്നു പോയി. പക്ഷെ അന്ന് അവിടെ വന്നത് സൗഖ്യദായകനായ രക്ഷകനായ ക്രിസ്തു. ആ ക്രിസ്തു ദൈവത്തിന്റെ വചനം ആ പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൂരെ കുനിയായിരിക്കുന്ന സഹോദരിയുടെ മനസ്സിലേക്ക്, അവളുടെ ജീവിതത്തിന്റെ ബന്ധനത്തിലേക്ക് യേശുവിന്റെ കണ്ണുകൾ പോയി. അവളെ നോക്കിക്കൊണ്ട് യേശു പറയുകയാണ്, അവളെ കണ്ട് യേശു അവളെ അടുക്ക വിളിച്ചു. ഹല്ലേലൂയ, അടുക്ക വിളിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ഒരു ഭാരത്താൽ ദീർഘകാലങ്ങളായി ഒരുപോലെ ഒരേ കസേരയിൽ വന്നിരുന്നിട്ട് ഒന്നും പ്രാപിക്കാതെ മടങ്ങിപ്പോയെങ്കിൽ ഇന്ന് യേശു നിന്നെ വിളിക്കുകയാണ്. യേശു നിന്നെ വിളിക്കുകയാണ്. നിന്റെ രോഗത്തിന്റെ ബന്ധനം അഴിപ്പാൻ, നിനക്ക് സൗഖ്യം നൽകുവാൻ വേണ്ടി യേശു ഇന്ന് പകൽക്കാലം നിന്നെ വിളിക്കുകയാണ്. യേശു അവളെ അടുക്ക വിളിച്ചു. നിങ്ങൾക്കറിയാമോ അവൾ എങ്ങനെ നടന്നു വന്നു? ആ സിനഗോഗിന്റെ മൂലയിൽ നിന്ന് കൂനിയായ അവൾ നിവരുവാൻ കഴിയാതെ യേശുവിന്റെ അടുക്കലേക്ക് നടന്നു വരികയാണ്. അവൾ നടന്നു വരുമ്പോൾ അവൾക്ക് എന്ത് സംഭവിക്കുവാൻ പോകുമെന്നുള്ള പ്രതീക്ഷയില്ല, ചിന്തയൊന്നുമില്ല. എങ്കിൽ തന്നെയും അവൾ യേശുവിന്റെ അടുക്കലേക്ക് നടന്നു വരുന്നു. കാണാമോ നിങ്ങൾക്ക് ആ കാഴ്ച? ആ സിനഗോഗിന്റെ മൂലയിൽ നിന്ന് കൂനിയായ സ്ത്രീയെ ആദ്യമായി ഒരു ദൈവദാസൻ അവളെ വിളിച്ചില്ല. നസ്രായനായ യേശു അവളെ വിളിക്കുകയാണ്. സ്ത്രീയെ, അവിടെ ഇൻട്രൊഡക്ഷൻ ഇല്ല, അവിടെ ചോദ്യമില്ല, അവിടെ ഉത്തരമില്ല, മറ്റൊന്നുമില്ല. അവളോട് യേശു കൽപ്പിക്കുകയാണ്, സ്ത്രീയെ, നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. നമ്മൾ 13-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളുടെയും എന്റെയും ഇന്ന് ഈ ലോകത്തിലുള്ള പലരുടെയും ആത്മീയ അവസ്ഥയാണ്. എന്താണെന്ന് അറിയാമോ? കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയാതെ, തന്ന താലന്തുകളെ ഉപയോഗപ്പെടുത്തുവാൻ കഴിയാതെ, കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയാതെ കൂനിയിരിക്കുന്ന ജീവിത അവസ്ഥകളുടെ മേൽ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സൗഖ്യം വ്യാപരിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുള്ളൂ. എന്ന് പകൽക്കാലം രോഗത്താലോ ഭാരത്താലോ വേദനയാലോ ജീവിതത്തിന്റെ ഏതെങ്കിലും അവസ്ഥയിൽ ബന്ധ
എന്നെ കേൾക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, യേശു നിന്നെ വിളിക്കുന്നു, എന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പലവിധത്തിലുള്ള രോഗത്തിന്റെയും കാരണം അത് രോഗമല്ല, ബന്ധനമാണ്, ദുഷ്ടന്റെ തന്ത്രമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ കഴിവുകളെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനുള്ള അവസ്ഥകളെ ഹല്ലേലൂയ നിവർത്തി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയാൻ നമ്മളെ കൂനിപ്പിടഞ്ഞ് ഹല്ലേലൂയ ഒന്നും ചെയ്യുവാൻ കഴിയാതെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ അങ്ങ് ജീവിച്ച് കൂനി 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 ഞാൻ അവസാനം ഒരു കൂനിയായി മരിച്ചടക്കപ്പെട്ട് ഇല്ലാതായി തീരുമെന്നുള്ള അവസ്ഥയിൽ നിന്ന് ഒരു വിടുതലിലേക്ക് നമ്മൾ നയിപ്പാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. എന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. നിന്റെ ബന്ധനം അഴിയണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അത് ദുഷ്ടന്റെ ഒരു ബന്ധനമായാലും അത് രോഗാവസ്ഥയായാലും എന്തായാലും ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഹല്ലേലൂയ വ്യക്തി ജീവിതമേ, കർത്താവ് നിനക്ക് സൗഖ്യം തരുവാൻ കടന്നു വന്നിരുന്നു. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ യുവാക്കന്മാർ, മധ്യവയസ്കരായ സഹോദരന്മാരെ, ഹല്ലേലൂയ ഇവിടെ പ്രസംഗിക്കുന്ന ഈ ദൈവദാസനായ ഞാൻ ഹല്ലേലൂയ ഏതെങ്കിലും ഒരു ബന്ധനത്താൽ ഹല്ലേലൂയ ദുഷ്ടന്റെ തന്ത്രത്താൽ പിടിക്കപ്പെട്ട് ഞെരുക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം യേശു നമ്മെ വിളിക്കുകയാണ്. ആ ബന്ധനം അഴിഞ്ഞവളായി അവൾ നിവർന്ന് ക്ഷണത്തിൽ 18 വർഷക്കാലത്തെ ബന്ധനം അഴിഞ്ഞപ്പോൾ അവളുടെ രോഗം മാറി. അവൾ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി.